Hello and welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കെ ബ്യൂട്ടിയുടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. ഇത് എൻറിച്ച് വിത്ത് അവക്കാഡോ പ്ലസ് മാംഗോ ബട്ടർ ആണ്. സോ വെരി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇന്ന് നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും പ്ലസ് ഇതിന്റെ ഒരു വെയർ ടെസ്റ്റും ചെയ്യുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാക്കേജിംഗ് ആണ്. സൂപ്പർ ക്യൂട്ട് ആയിട്ടുള്ള അസ്തെറ്റിക് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. ഭയങ്കര മിനിമലിസ്റ്റ് ആണ്, എന്നാലും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ദിസ് പുറത്തത്തെ പാക്കേജിംഗ് ആണിത്. ഇത് ഫുൾ ലൈൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. നല്ല സ്പോഞ്ച് വെച്ചിട്ടാണ്. ഇത് പൊട്ടില്ല കേട്ടോ പ്രൊഡക്ട്സ് വരുമ്പോൾ. സോ ഡെഫിനറ്റ്ലി ഗുഡ് പാക്കേജിംഗ് ആണ്. ഇത് വരുന്നത് ഫുൾ ഗ്ലാസ് പാക്കേജിംഗ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കേൾക്കാം, നല്ല ഗ്ലാസ് പാക്കേജിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി റിയലി സ്റ്റേഡി ആണ്. പ്ലസ് അടിയിൽ വീണ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് വീണു എൻ്റെ മോളുടെ കയ്യിൽ നിന്ന്, ബട്ട് അപ്പോൾ പൊട്ടിയില്ല. ബട്ട് നല്ല ഹൈറ്റിൽ നിന്നൊക്കെ വീഴുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പൊട്ടും. ഗ്ലാസ് ആണ്, നല്ല ഗ്ലാസ് ആണ്, നല്ല വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല ക്വാളിറ്റി ഉള്ള പാക്കേജിംഗ് ആണ്. പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1299 റുപ്പീസ് ആണ് വരുന്നത്. 30 ഗ്രാമിന്റെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. ഡെഫിനറ്റ്ലി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കത് ഫുൾ ആയിട്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ വരുന്നത് അവക്കാഡോ മാംഗോ ബട്ടർ. ഇതാണ് അതിൽ മെയിൻ ആയിട്ട് നറിഷിംഗ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സോ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. പിന്നെ ഇതിന്റെ ഷെയ്ഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. എന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 140p മീഡിയം ആണ്. സോ ഇതിന്റെ ഷെയ്ഡ് കണ്ടുപിടിക്കാൻ നമ്മളെ ഫസ്റ്റത്തെ പാർട്ട് ലൈക്ക് 140 എന്റെ ഷെയ്ഡ് വരുമ്പോൾ അത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ ബ്യൂട്ടിയുടെ ഒരു നമ്പറാണ്. അത് വിടുക. നെക്സ്റ്റ് പാർട്ട് നോക്കുക. നിങ്ങളുടെ അണ്ടർ ടോൺ എന്താന്ന് നിങ്ങൾക്ക് അറിയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് ഈ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. സോ എന്റെ ഷെയ്ഡ് നോക്കുമ്പോൾ 140 എന്ന് പറയുന്നത് കെ ബ്യൂട്ടിയുടെ ഒരു നമ്പറാണ്. സോ നെക്സ്റ്റ് പാർട്ട് വരുന്നത് പി ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അണ്ടർ ടോൺ ആണ്. സോ പിങ്ക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, യെല്ലോ ടോൺ ഉണ്ട്. ഇങ്ങനെ 3 ടോൺസിനാണ് അവർക്ക് വരുന്നത്. അതിൽ എൻ്റെ പിങ്ക് ആണ്. സോ ഞാൻ പി ചൂസ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്, മീഡിയം, ഡീപ്പ് ആൻഡ് ടാൻ ആണ്. ഇങ്ങനെ 4 കാറ്റഗറിയാണ് വരുന്നത്. അത് നിങ്ങളുടെ സ്കിൻ ടോൺ ആണ്. സ്കിൻ ടോൺ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. സോ ഐ എം എ മീഡിയം സ്കിൻ ടോൺ. സോ മീഡിയം സ്കിൻ ടോൺ നോക്കിയിട്ട് എം നോക്കി ഞാൻ വാങ്ങി. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യേണ്ടത് അതിൽ. സോ ഞാൻ 140 കെ ബ്യൂട്ടി നമ്പറാണ്. പി എന്ന് പറയുന്നത് പിങ്ക് ആണ് അണ്ടർ ടോൺ ആൻഡ് എം എന്ന് പറയുന്നത് മീഡിയം സ്കിൻ ടോൺ. സോ ഇത്രയാണ് ഞാൻ ചൂസ് ചെയ്തെടുത്തത്. സോ 140p മീഡിയം എൻ്റെ ഷെയ്ഡാണ് കേട്ടോ. സോ അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ് ടു 20 ഷെയ്ഡ്സ് അതിൽ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വരുന്നത്. നല്ല സൂപ്പർ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. ബട്ട് ആ മുകളിലത്തെ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ് കേട്ടോ. നോസൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. നമുക്ക് പ്രോഡക്റ്റ് ഫുള്ളായിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം പ്രോഡക്റ്റ് ഉണ്ട്. അഫ്കോഴ്സ് അതിൽ പറഞ്ഞ ഗ്രാം എന്തായാലും ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെ പമ്പിങ് ഉള്ള മെക്കാനിസം ആണ് വരുന്നത്. പമ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. പ്രോഡക്റ്റ് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. ലിക്വിഡും അല്ല, എന്നാൽ ഭയങ്കരമായിട്ട് കട്ടി അങ്ങനെയുമില്ല. നല്ല ക്രീമി ആയിട്ടുള്ള ഹൈഡ്രേഷൻ ഫോർമുലയാണ്, നമുക്ക് കണ്ടറിയാം. അപ്പം ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഒരു പമ്പ് എടുത്ത് എൻ്റെ ഫീസ് ഒരു സൈഡിൽ മൊത്തം ഏകദേശം ആ സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിന്നപ്പോൾ ഒരു പമ്പ് മൊത്തം എനിക്ക് ഒരു സൈഡിൽ വേണ്ടി വന്നു കേട്ടോ. ഒരു മീഡിയം കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം ഞാൻ അപ്ലൈ ചെയ്ത് ആ സ്പഞ്ച് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ആ ഒരു പമ്പിൽ തന്നെ. അപ്പോൾ ഒരു പമ്പ് മൊത്തം ഞാൻ ഒരു ഫീസിൽ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തു ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ എൻ്റെ ഫീസിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പമ്പും കൂടി എടുത്തിട്ട് അത് ഒന്നുകൂടി ആ ഫീസിൽ അപ്പുറത്തെ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ബ്രഷ് ഉപയോഗിച്ചിട്ട്. ബട്ട് ബ്രഷ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് അത്രയധികം പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പ്രോബബ്ലി ബ്രഷ് പ്രൊഡക്റ്റ് സോക്ക് ചെയ്യാത്തതുകൊണ്ടാവും പ്രൊഡക്റ്റ് അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ പകുതിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ ഒന്നും കൂടി ഇച്ചിരി കൂടി കവറേജ് ബിൽഡപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം ഇപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം നല്ല എനിക്ക് ബാക്കി വന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലും ഇച്ചിരി ഒന്ന് കവറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഐ ഗസ് വെച്ചാൽ നമ്മുടെ ബ്രഷാണ്. ലാസ്റ്റ് ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് ഓടിച്ചു കൊടുത്താലും നല്ല കവറേജ് കിട്ടും. ഞാൻ ജസ്റ്റ് എൻ്റെ ടി സോൺ മാത്രം ഒന്ന് സെറ്റ്, കണ്ണിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഡാർക്കായിട്ട് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഫേവറേറ്റ് ലാക്മേയുടെ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ട് പൗഡറാണ്. അങ്ങനെ ഹെവി ആയിട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് ലൂസ് പൗഡർ വെച്ചിട്ട് ലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം കവറേജ് ആണ്. അത്ര ഹൈ കവറേജ് ഒന്നുമല്ല. നിങ്ങൾ വേണമെങ്കിൽ മുകളിൽ കൂടെ കൺസീലറൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഫുൾ കവറേജ് കിട്ടണമെങ്കിൽ. ബട്ട് എനിക്ക് ഈ കവറേജ് ഇഷ്ടമാണ്. സ്പെഷ്യലി നമ്മൾ
അത്ര ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ട് പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി പുറത്തേക്കൊക്കെ പോകാൻ അപ്ലൈ ചെയ്യാൻ നല്ലൊരു കവറേജ് ആണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള കവറേജ് ആണ്. നമുക്ക് പിഗ്മെന്റേഷൻസ് ഒക്കെ ഉണ്ട്, പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ഭാഗമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അത്ര വലിയ കവറേജ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല പ്രോഡക്റ്റ്. ബട്ട് നമുക്ക് ലൈറ്റ് കവറേജിന് നല്ലതാണ്. കവറേജ് കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ബട്ട് എക്സെപ്റ്റ് ഫോർ ദാറ്റ് എൻ്റെ ഫേസ് ക്വൈറ്റ് ഗ്ലോയി ആൻഡ് ക്വൈറ്റ് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത പോലെ എനിക്കും തോന്നുന്നില്ല. കാണുന്നവർക്കും അങ്ങനെ ഹെവി ആയിട്ട് തോന്നൂല എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്ത പോലെ തോന്നില്ല. സോ ദാറ്റ്സ് ലൈക്ക് എ ഡെഫിനറ്റ് ബോണസ്. സ്പെഷ്യലി നമ്മുടെ ക്ലൈമറ്റിൽ അതെന്തായാലും ഒരു ബോണസ് ആണ്. അപ്പോൾ ലൈറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ടീ സോണിൽ മാത്രം. അപ്പം ഞാൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അണ്ടർ ഈ തൈസ്, ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ നല്ലോണം സെറ്റ് ചെയ്തു, ഈ ഭാഗങ്ങളൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എത്ര നേരം നിൽക്കും, എങ്ങനെ വെയർ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇന്ന് ഫുൾ ഡേ ഞാൻ അത് അപ്ലൈ ചെയ്ത് ഫേസിൽ വെക്കാം കേട്ടോ. ഓപ്പൺ ചെയ്ത സമയത്ത് അത് ഓക്സിഡൈസ് ആവുണ്ടോ നോക്കാൻ വേണ്ടി ഞാനൊന്ന് സ്വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് നേരം അത് ഡ്രൈ ഡൗൺ ആയി കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാനൊരു സ്വാച്ച് കൂടി ഫ്രഷ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അത് ബ്ലെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. നമ്മളത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ മറ്റേ ഷെയ്ഡിൻ്റെ അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഷെയ്ഡ് അങ്ങനെ കാര്യമായിട്ട് മാറ്റമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അത്ര വലിയ ഓക്സിഡൈസേഷൻ ഇല്ല, ലൈറ്റ് ആയിട്ടുള്ളൂ. അത് വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. സോ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നല്ല മീഡിയം കവറേജ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. തീരെ ഹൈ കവറേജ് കിട്ടില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇല്ല കിട്ടില്ല. നമുക്ക് നല്ലൊരു ലൈറ്റ് ആൻഡ് മീഡിയം കവറേജ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല ഹ്യൂജ് ഹെവി കവറേജ് വേണമെന്നുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതല്ല. കുറേ ബ്ലെമിഷസ് ആൻഡ് അങ്ങനെയൊക്കെ സ്കിന്നിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സൂട്ട് ആവില്ല. ബിക്കോസ് ഇത് മീഡിയം കവറേജ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ കൺസീലറൊക്കെ വെച്ചിട്ട് നല്ലോണം കൺസീലൊക്കെ ചെയ്തിട്ടാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് വർക്ക്. അല്ലെങ്കിൽ ഇത് മോസ്റ്റ്ലി ഫേസ് ഏകദേശം ഓക്കെ ആണ്, പിന്നെ അധികം ടെക്സ്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. എനിക്കിവിടെ ചെറുതായിട്ട് ടെക്സ്ചേഴ്സ് ഒക്കെ ഉണ്ട്, ബട്ട് ഞാനത് ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ പ്രൈമറൊന്നും അപ്ലൈ ചെയ്തില്ല. കാരണം നമുക്കിത് എങ്ങനെയാണ് വേറെ അതൊന്നും ഇല്ലാണ്ട് നോക്കണമല്ലോ. ബട്ട് നിങ്ങൾക്ക് ടെക്സ്ചറൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രൈമർ, സിലിക്കോൺ ബേസ് പ്രൈമറൊക്കെ അപ്ലൈ ചെയ്താൽ യു ക്യാൻ മേക്ക് ഇറ്റ് വർക്ക്. ഞാൻ ഓരോ സൈഡിൽ ഓരോ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തത്. സോ ഈ സൈഡിൽ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തത്. ഈ സൈഡിൽ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു പമ്പ് എടുത്തിട്ട് ഞാൻ ഈ സൈഡിൽ ഹാഫ് പമ്പ് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. ബിക്കോസ് കൂടുതൽ കവറേജ് ബ്രഷ് കൊണ്ട് കിട്ടുന്നുണ്ട്. ബ്രഷ് എക്സ്ട്രാ പ്രൊഡക്റ്റ് സോക്ക് ചെയ്യുന്നില്ല. ബട്ട് എൻ്റെ ഫേസിന് നല്ല ഭയങ്കരമായിട്ട് ഗ്ലോയി ആക്കിട്ടോ. ബട്ട് സ്പോഞ്ച് സൈഡ് വന്നപ്പോൾ ഫേസ് ഗ്ലോയിനെസ് കുറച്ച് അതിൻ്റെ അത്ര അധികം ഗ്ലോയി ആക്കില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സൈഡ് ഭയങ്കര ഗ്ലോയാണ്, ഈ സൈഡ് അത്രയ്ക്കും ഗ്ലോ ഇല്ല, എന്നാലും ഒരു ചെറിയൊരു ഗ്ലോ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അതിനിത് സഹായിച്ചിട്ടുണ്ട്. ബട്ട് ഒരു പമ്പ് മുഴുവൻ ഈ സൈഡിൽ അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ അത് ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് ആണ്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ജസ്റ്റ് കയ്യിലെടുക്കുക, എന്നിട്ട് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം ജസ്റ്റ് ഈവൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം എല്ലായിടത്തേക്കും നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതെടുത്തിട്ട് അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്ട്രാ പോവില്ല. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് സോക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും നല്ല കവറേജും കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഈ സാധനം കൊണ്ട് ജസ്റ്റ് മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും എക്സ്ട്രാ ഷൈനോ എന്തെങ്കിലും എക്സ്ട്രാ പ്രൊഡക്റ്റോ നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ വലിച്ചെടുക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസ് ഇച്ചിരി മാറ്റ് ആയിട്ടുണ്ട്, ഗ്ലോയിനെസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ ഫ്രം വിത്തിൻ ലുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസ് നല്ല സൂപ്പറായിട്ടുണ്ട്. സോ എൻ്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടു ഓയിലി ആണ്. ഓയിലി എന്ന് പറഞ്ഞാൽ ടീ സോൺ മാത്രമാണ് എൻ്റെ ഓയിലി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നോർമൽ സ്കിൻ ടോൺ ആണ്. അങ്ങനെ അധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ അധികം ഡ്രൈ ആവൂല, ലൈക്ക് നോർമൽ ആണ്. സോ എനിക്ക് ജസ്റ്റ് ക്രീസ് ആവുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അണ്ടർ ഐസ്, പിന്നെ ഇവിടെ ടീ സോൺ എനിക്ക് ഓയിലി വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് പൗഡർ വെച്ച് ലൈറ്റായിട്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് ഈ ഫൗണ്ടേഷൻ നല്ലത്? ഡ്രൈ സ്കിൻ ആണ് നിങ്ങളുടെ എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സൂപ്പർവായിരിക്കും. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ബട്ട് നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിൻ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ലുക്കിംഗ് ഓയിലി ഓൺ മൈ സ്കിൻ. ഇനി നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിൻ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. സോ ഡെഫിനറ്റ്ലി വുഡ് നോട്ട് റെക്കമെൻഡ്. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ ഓയിലി സ്കിൻ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് സെറ്റിങ്സ്
പൗഡറൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സോ ഓയിലി സ്കിന്നുകാർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, ബട്ട് ഡ്രൈ സ്കിൻ നിങ്ങൾക്ക് ഇത് ഭയങ്കര സൂട്ട് ആവും. എൻ്റെ പോലെ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക, എവിടേക്ക് ഓയിൽ വരുന്നത് വെച്ചാൽ ബാക്കിയുള്ള ഭാഗം ഗുഡ് ടു ഗോ. ലൈറ്റായിട്ട് ലൈക്ക് ഹെവി ആയിട്ട് പൗഡറൊക്കെ എവിടേക്കാണ് ഓയിൽ വരുന്നത് വെച്ചാൽ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി പൗഡർ എടുത്ത് ജസ്റ്റ് ബാക്കിയുള്ളടത്തൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ യു ആർ ഗുഡ് ടു ഗോ. ഇറ്റ് വിൽ ലാസ്റ്റ്. ലൈക്ക് ഞാനത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരമായി, സ്റ്റിൽ ഇറ്റ് ഈസ് ഗോയിങ് റിയലി ഗുഡ്. ഞാൻ 11 മണിക്കാണ് ഈ ഫൗണ്ടേഷൻ ഫസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 7 o'clock ആയിട്ടുണ്ട്. കറക്റ്റ് 7 o'clock ആയിട്ടുണ്ട് കണ്ടോ, 7 o'clock ആയിട്ടുണ്ട്. സോ ഏകദേശം 8 മണിക്കൂറത്തോളം ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഫേസിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞുതരാം. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫോർമുലയാണ്. അങ്ങനെ നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ട് പോലെയൊക്കെ തോന്നുന്നില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോഴും എൻ്റെ ഫേസിൽ അങ്ങനെ കാര്യമായിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. സോ അത് ഡെഫിനറ്റ് ബോണസ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ക്ലൈമറ്റിന് ഭയങ്കര ബോണസ് ആണ്. എനിക്ക് കൂടുതൽ പ്രോഡക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് വീട്ടിൽ വന്നാൽ അപ്പം അതവിടെ മുഖത്തൊന്നും കഴുകി കളഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ബിക്കോസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ അങ്ങനെ ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി ആക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു ഗ്ലോ മാത്രമുള്ള എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് ക്രീസ് ആയിട്ടുണ്ട്, ഇവിടേക്ക് ജസ്റ്റ് ക്രീസ് ആയിട്ടുണ്ട്. ബട്ട് അത് എനിക്ക് നോർമലാണ്. എനിക്ക് നോർമലി കുറച്ച് ക്രീസസ് കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ എന്തായാലും ഫൗണ്ടേഷനോ പൗഡറോ എന്ത് ഞാൻ അപ്ലൈ ചെയ്താലും സെറ്റിൽ ആവാറുണ്ട്. സോ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. ബട്ട് സ്മൈൽ ലൈൻ ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഇപ്പോഴും സ്മൈൽ ചെയ്യുമ്പോഴും ഇവിടെ റിലാക്സ് ചെയ്ത് വിട്ടാലും ഇവിടെ ഒന്നും സ്മൈൽ ലൈൻസ് ഇല്ല. സോ ഡെഫിനറ്റ്ലി അതൊരു ബോണസ് ആണ്. തീരെ എൻ്റെ ഫേസ് ക്രാക്ക് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇവിടെയൊക്കെ എനിക്ക് ലൈൻസ് ഉണ്ട്, ബട്ട് ഇവിടെ ഒന്നും സെറ്റിൽ ആയിട്ടില്ല കേട്ടോ. നല്ല സൂപ്പർബായിട്ട് ഈ ഫൗണ്ടേഷൻ വെയർ ചെയ്യുന്നുണ്ട്. ഒരു ക്ലിപ്പിൽ ഞാനത് 10:30 വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 11 മണിക്കൂറിൻ്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമായിട്ടോ. സോ ലാസ്റ്റ് ഈ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ അപ് ടു 20 ഷെയ്ഡ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ പെർഫെക്റ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ തപ്പിയാൽ കിട്ടും. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം, നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഓയിലി സ്കിൻകാർ സ്കിപ്പ് ചെയ്യാം. ഇത് മീഡിയം കവറേജ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഡെഫിനറ്റ്ലി ലോങ് വെയറിംഗ് ആണ്. ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ലൈറ്റ് ആയിട്ട്. നല്ല നാച്ചുറൽ ആൻഡ് ഗ്ലോയി ലുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദിസ് പ്രോഡക്റ്റ്. ഇത് എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ സ്പെഷ്യലി പെട്ടെന്ന് പോകേണ്ടതാണെങ്കിൽ യൂഷ്വലി എനിക്ക് പെട്ടെന്ന് തന്നെയാണ് പോകേണ്ടത്. എനിക്ക് 2 മക്കളുണ്ട്. സോ അവരെ രണ്ടാൾ റെഡിയാക്കി വരുമ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാനാണ് ഇപ്പോഴത്തെ മെയിൻ പണി. സോ അതിൽ ഡെഫിനറ്റ്ലി ഇത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇത് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ സ്പഞ്ച് കൊണ്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത പരിപാടി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി എനിക്കത് എന്തായാലും വേണം. സോ ഫോർ നൗ എനിക്ക് ഇത് ഡെഫിനറ്റ് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഇന്നത്തെ റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഈ ഫൗണ്ടേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനമായി വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. മേക്കപ്പോ സ്കിൻ കെയർ ഓർ ക്ലോത്തിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.